ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ഇത് കണ്ടക്ട് ചെയ്യുന്ന ഈ എക്സ്പേർട്ട് പാനൽ ഡിസ്കഷനിൽ സ്വാഗത ഭാഷണം വെൽക്കം സ്പീച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിന്റെ സ്റ്റേറ്റ് കൺവീനർ സ്ട്രക്ചറൽ എഞ്ചിനീയർ റഹീസ് സാറിനെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സ്ട്രക്ചറൽ എഞ്ചിനീയർ റഹീസ് സാർ. ഓക്കെ, താങ്ക് യു. Good evening, everyone. A warm welcome to today's technical talk on the NH road collapse at Korea. Today, I'm honored to welcome our esteemed speakers, respected guests, and all the fellow civil engineers to this important discussion. As a civil engineer, we play a crucial role on designing, building, and maintaining our nation's infrastructure. Namakariam, incidents like the Korea road collapse remind us one of the most important of our work and the need of our continuous learning and improvement. On this special occasion, I am introducing the Civil Engineers Council, a professional association integrated civil engineers council ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 2021 പത്മവിഭൂഷൺ ശ്രീധരൻ സാറുടെ കൈയാൽ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ട ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിന്റെ ഇതുവരെയുള്ള 4 വർഷ കാലയളവിൽ ഒരുപാട് ടെക്നിക്കലായിട്ടും ഇൻഡസ്ട്രിയൽ വിസിറ്റിംഗ്, അതേപോലെ ഫാക്ടറി വിസിറ്റിംഗ്സ്, സിവിൽ എഞ്ചിനീയേഴ്സിനെ എങ്ങനെയെല്ലാം എക്സ്പീരിയൻഷ്യൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ അതിനെയെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് 4 വർഷ കാലയളവിൽ വളരെ ഇമ്പോർട്ടൻ്റോട് കൂടി കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സിലും നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ICEC എന്നുള്ളൊരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും അതിന്റെ കാര്യഗൗരവങ്ങൾ എന്താണെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഇഷ്യൂ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് ആസ് എ സിവിൽ എഞ്ചിനീയറിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ സിവിൽ എഞ്ചിനീയേഴ്സ് എന്നുള്ള നമ്മൾ അതിനെക്കുറിച്ചൊരു ടെക്നിക്കൽ ടോക്ക് നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് നടത്തും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. പല കാരണങ്ങളായിരിക്കാം, റീസൺസ് നമുക്കറിയാം. നമ്മുടെ മുന്നിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ് എത്തിക്സും ഒരു മോറൽ വാല്യൂസും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടുള്ള കൺസെഷൻ ആയിരിക്കണം നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഒരു ഭാഗവാക്കാണ് ICEC എന്നിവിടെ ത്രൂ ഔട്ട് ദ ലേണിംഗ് ഓഫ് ICEC എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നോളജ് അപ്ഡേഷൻ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമും അതേപോലെ എക്സ്പീരിയൻഷ്യൽ സ്റ്റഡി എന്നുള്ളൊരു 2 മോറൽ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ കേരളത്തിൽ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം വളരെ ഓണർ ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള പാനൽ ബോർഡാണ് നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത്. ഈ ഒരു ഫെയിലിയറിനെ കുറിച്ച് എന്താണ് അതിന്റെ ടെക്നിക്കൽ ടേംസ് എന്നതിനെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വളരെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കത് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു പാനൽ ഡിസ്കഷൻ ആയിരിക്കും ഇന്നിവിടെ നടക്കാൻ പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പാനൽ മെമ്പേഴ്സിനെയും ഞാൻ ഇന്നിവിടെ വെൽക്കം ചെയ്യാണ്. അതേപോലെ മോഡറേറ്റ് ചെയ്യുന്ന നമുക്കറിയാം നമ്മുടെയൊക്കെ ICEC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ദിവ്യ ദിവാകർ മാമിനെയും ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ടെക്നിക്കൽ ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. കൂടാതെ നമുക്കിന്ന് എക്സ്പേർട്ട് പാനൽസ് ആയിട്ടുള്ള ഡോക്ടർ N കുമാർ പിച്ചുമണി സർ, എഞ്ചിനീയർ ഗണേഷ് കൃഷ്ണ അയ്യർ, എഞ്ചിനീയർ അന്നപൂർണി മാം, ഡോക്ടർ K ബാലൻ സർ, ഡോക്ടർ അനിൽ സർ തുടങ്ങിയ എല്ലാവരെയും, കൂടാതെ ഇന്ന് ഇവിടെ ഈ ടെക്നിക്കൽ ടോക്കിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു അഷ്റഫ് സർ. So very good evening all. A very warm welcome to this important panel discussion. This is a very special technical session for ICEC event because നമ്മൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആദ്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. And this is regarding the NH66 road failure which had occurred at Kuriyad, Malappuram district. And this session is part of the monthly technical series which is conducted by ICEC, a platform which is exclusively dedicated for knowledge updation and raising awareness among civil engineers about critical issues impacting our industry. And as many of you know, today's topic is both technically important, very significant, and highly sensitive too. The topic is selected based on the suggestion from most of the ICEC members as well as from many other engineering segments. To provide insight
deep insight into the technical aspect of high embankment construction. അതിൽ വരാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നും ഇതിനു മുന്നേ ഫെയിലിയേഴ്സ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ ഡീപ്ലി നമുക്ക് ടെക്നിക്കൽ അവയർനെസ് തരാനായിട്ട് ടു എമിനന്റ് personalities in the industry, Pichumani sir and K. Ganesh Iyer sir, they agreed to join us, but due to very convincing reasons. That is, it is a very legally sensitive issue right now. The investigation is going on. So they have asked whether they can join a little later, once when the technical talk is exclusively planned for that. So kindly excuse for that. And we will be soon organizing a very exclusive technical section including them. And to provide detailed recommendation from various sites, I'm giving some guidelines in advance. This is a purely an engineering discussion. We are not discussing anything against any of the political parties or any of the authorities. We are not blaming anyone. But today we are engineers gathering together to discuss on engineering issues. As in the introduction we have mentioned, this engineering issue, when we selected this topic itself from various places, ഇത് ഇന്ന് കണ്ടക്ട് ചെയ്യരുത്, ഇത് ഇപ്പൊ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത് ഡിസ്കസ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. സോ ആസ് ഹി സെഡ്, നമ്മുടെ അനിൽ ജോസഫ് സാർ ആയാലും ബാലൻ സാർ ആയാലും, when we discuss with them, the question was, if we engineers are not discussing about it, പിന്നെ ആര് ഡിസ്കസ് ചെയ്യും എന്നുള്ളതായിരുന്നു. So we are moving on to the technical session, and it is a great appreciation, wholeheartedly appreciating ICEC as well as Dr. Balan sir, Anil Joseph sir, Shinod sir, who had wholeheartedly agreed to move on with this discussion. Because ഇതുപോലത്തെ ഇഷ്യൂസ് വരുമ്പം ഡിസ്കസ് ചെയ്താൽ മാത്രമേ we will be getting to know more about what had gone wrong and ഇതുപോലത്തെ ഇഷ്യൂസ് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്. So I'm straight away welcoming you all once again, all the participants too, and let's move on to the panel discussion. First, Shinod sir, you are the chairman of ICEC, a structural engineer as well as a person who is from Malappuram too. ഇപ്പോൾ അവിടുത്തെ ശരിക്കുള്ള കണ്ടീഷനും what had really happened, can you just brief it sir? വളരെ സന്തോഷം, നല്ല പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ട്. ICEC കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെർട്ട് പാനൽ ഡിസ്കഷൻ എല്ലാവരും സ്വീകരിച്ചത്. എന്തായാലും വന്നിരിക്കുന്ന എക്സ്പെർട്ടിൽ എല്ലാവർക്കും ICECയുടെ പേരിലും ആസ് എ ചെയർമാൻ എന്നുള്ള രീതിയിലും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്താൻ. എല്ലാവരും വെൽക്കം ഓൾ ഓഫ് യു. കം ടു ദി ക്വസ്റ്റ്യൻ. നമുക്ക് ഞാന് കൂടുതൽ തവണ ഈ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ഭാഗത്തേക്ക് അങ്ങനെ പ്രവേശനം അനുവദിക്കുന്നില്ല, ഗവൺമെന്റ് അത് ക്ലോസ് ചെയ്തെന്നു. ഈ സൈറ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. കൊളപ്പുറം ആൻഡ് കക്കാട് എന്നീ രണ്ട് സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹൈവേ ആണ് ഈ കൂരിയാട് ഹൈവേ. അതായത് താഴ്ന്ന പ്രദേശമാണ്, പാഡി ഫീൽഡാണ്. എല്ലാ വർഷവും വാട്ടർ ലോക്ക്ഡ് ഏരിയയാണ്. അതിനു മുന്നേ നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ് ഹൈവേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് പ്രകാരമുള്ള ഈ ഹൈവേ ആണ് ഈ പ്രശ്നത്തില് നമ്മൾ ഫെയിലിയറിൽ ഫേസ് ചെയ്യുന്നത്. ഈ രണ്ട് ഹൈവേയുടെ രണ്ട് പോർഷനെയും ബന്ധിപ്പിച്ചിട്ട് സെന്ററിൽ നമുക്കൊരു വാട്ടർ ബോഡി, ഒരു തോട് അതിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു മിനി ബ്രിഡ്ജ് അതിന്റെ ഇടയിലുണ്ട്. ഇതിന്റെ ഒരു സൈഡാണ് ഇപ്പൊ ഫെയിലിയർ ആയിരിക്കുന്നത്. അപ്പോ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആണ് നമുക്കിനി ഈ ഡിസ്കഷനിൽ വരാൻ പോകുന്നത്. ഇത്രയാണ് അതിന്റെ ഒരു സൈറ്റ് കണ്ടീഷൻ. അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഫെയിലിയർ എന്നുള്ള രീതിയിൽ എല്ലാ എഞ്ചിനീയേഴ്സും സത്യം പറഞ്ഞാൽ അത് കാണേണ്ട ഒരു ഫെയിലിയർ ആണ്. കാരണം നമ്മള് അക്കാഡമിക് ലെവലിൽ പഠിച്ച ഫെയിലിയർ ഡയഗ്രാംസ് ഒക്കെ സൈറ്റിൽ അതേപോലെ ഉണ്ട്. അപ്പോ അതാണ് സൈറ്റിൽ കണ്ട ഒരു എക്സ്പീരിയൻസ്. താങ്ക് യു. ബാലൻ സർ, ആക്ച്വലി അവിടെ നമ്മൾ ടെക്നിക്കലി അവിടെ എന്താണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്, വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് എംപവർമെന്റ് പ്രൊവൈഡഡ് ദെയർ, ഒന്ന് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാമോ? ഹൈവേ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ലോ ലൈങ് ലാൻഡ് ആവുമ്പോൾ എംബാങ്ക്മെന്റ് ആവശ്യമായി വരും. ആ എംബാങ്ക്മെന്റിന് സൈഡുകൾ ഒന്നുകിൽ റീറ്റെയിനിങ് വാൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും, അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ലാൻഡ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കും.
പക്ഷെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ലാൻഡ് അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സിൽവർ ലൈൻ പ്രോജക്റ്റ് വന്ന സമയത്ത് തന്നെ ജനം വളരെ ബഹളം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ലാൻഡ് അക്വിസിഷൻ ഇഷ്യൂവിൻ്റെ പുറത്ത്. അപ്പം ലാൻഡിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ സ്കേഴ്സിറ്റി വന്നതോടുകൂടി നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് ആണ് യൂസ് ചെയ്യുക. അതാണ് ഈ കണ്ട റീഇൻഫോഴ്സ്ഡ് സോയിൽ റീറ്റെയിനിങ് വോൾസ് ആണ്. അപ്പോൾ മണ്ണിനെ ബലപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മണ്ണിനെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് പുറമേക്കൊരു ഫേസിങ് കൊടുക്കുക. ഇപ്പം സാധാരണ നമ്മുടെ ഇപ്പോൾ എൻജിനീയേഴ്സിൽ തന്നെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ പാർട്ടിസിപ്പൻസ് ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് ക്രോസ്ഡ് മോർ ദാൻ 100 ആൾക്കാർ വന്നു കഴിഞ്ഞു. ഈ 100 സിവിൽ എഞ്ചിനീയേഴ്സ് ഇരിക്കുന്നിടത്ത് ഐ എം നോട്ട് ഷുവർ എത്ര പേർക്ക് ഈ റീഇൻഫോഴ്സ്ഡ് എർത്ത് റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് തന്നെ ഒരു നല്ല ശതമാനം, ഒരു 50% മുകളിൽ ആൾക്കാർക്ക് അതിന് ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടില്ല. എന്താണത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ എർത്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഐ ക്യാൻ ടെൽ യു. ദറ്റ് ഈസ് കടപ്പുറത്ത് നമ്മൾ ചെന്നിട്ട് മണ്ണ് കൂന കൂട്ടി വയ്ക്കുകയാണ്. അങ്ങനെ മണ്ണ് കൂന കൂട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് ആ വെറ്റ്നസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നേരെ മറിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരു ഈക്വൽ സ്പേസിങ്ങിൽ പേപ്പർ കഷ്ണം ഇട്ടിട്ട് ഈ മണ്ണൊന്ന് കൂന കൂട്ടാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് കുറെ കൂടെ സ്റ്റീപ്പായിട്ട് ആ സ്ലോപ്പിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കൂടുതൽ ലോഡ് എടുക്കാനും അതിന് സാധിക്കും. ഇതിന് നമ്മൾ പറയുന്നതാണ് സോയിൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അത്തരം റീഇൻഫോഴ്സ്മെൻറ്റ് ഞാനിവിടെ പേപ്പറാണ് പറഞ്ഞത്. ആ പേപ്പറിൻ്റെ സ്ഥാനത്ത് സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സുകളുണ്ട്. ജിയോ ടെക്സ്റ്റൈൽ ആകാം, അല്ലെ ജിയോ ഗ്രിഡ് ആകാം. അപ്പോൾ ഇവിടെ ജിയോ ഗ്രിഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇസ് എ മെഷ്, പ്ലാസ്റ്റിക് മെഷ് യു ക്യാൻ സീ ഇൻ എ ലേമൻസ് ലാംഗ്വേജ്. അത് പോളിപ്രൊപ്പലീൻ ആകാം, പോളിയസ്റ്റർ ആകാം, പോളിയെത്തിലീൻ. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് ഹാസ് ബീൻ യൂസ്ഡ്. ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പം മെറ്റീരിയലിൻ്റെ അനുസരിച്ചിട്ട് ഒരു ക്രീപ്പിനകത്ത് വ്യത്യാസമുണ്ട്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് പോലെ കോൺക്രീറ്റിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് ബലപ്പെടുത്തുന്നത് പോലെയാണ് ഇവിടെ മണ്ണിനെ ബലപ്പെടുത്തുന്നത്. ഒരു കൺവെൻഷണൽ റീറ്റെയിനിങ് വോൾ എടുക്കുമ്പോൾ നമുക്ക് കൺവെൻഷണൽ റീറ്റെയിനിങ് വോൾ റിറ്റെയിൻ ചെയ്യുന്ന സോയിലിൽ നിന്ന് വരുന്ന ഒരു എർത്ത് പ്രഷറുണ്ട്. ആ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെർട്ടിക്കൽ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ എ കോഎഫിഷ്യന്റ്. ഈ കേസിൽ വരുമ്പോൾ ആ എർത്ത് പ്രഷർ വളരെ 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 കുറവായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഒരു മാസീവ് റിറ്റെയിനിങ് സ്ട്രക്ചറിന് പകരം ഒരു ഫേഷ്യ മാത്രം കൊടുത്തുകൊണ്ട് അകത്തേക്ക് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്നു. ഈ കാര്യം നമ്മുടെ ഈ ചർച്ചയിൽ എനിക്ക് അതിനെ കൂടുതൽ അതിൻ്റെ അക്കാഡമിക് അല്ലെങ്കിൽ അതിൻ്റെ തിയറി പാർട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ലേമാന് മനസ്സിലാകാവുന്ന രീതിയിൽ ഞാൻ അതിനെ ചുരുക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ റീഇൻഫോഴ്സ്മെന്റ് സാധാരണഗതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തു വരുമ്പോൾ ഒരു 50 സെന്റിമീറ്റർ സ്പേസിങ് അല്ലെങ്കിൽ 40 തൊട്ട് 60 സെന്റിമീറ്റർ വരെ സ്പേസിങ് ആയിരിക്കും ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുക. വെർട്ടിക്കൽ സ്പേസിങ് ആണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ എഞ്ചിനീയേഴ്സ് നിങ്ങളെല്ലാം തന്നെ സ്ലിപ്പ് സർക്കിൾ ഫെയിലൂർ അല്ലെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ എന്നൊക്കെ നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഈ ആക്റ്റീവ് എർത്ത് പ്രഷർ അല്ലെങ്കിൽ പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ റീറ്റെയിനിങ് വാളിനോടൊപ്പം ഒരു വെഡ്ജ് ഓഫ് സോയിലും മൂവ് ചെയ്യും. ആ വെഡ്ജിനെ കട്ട് ഓഫ് ചെയ്യും. അതാണ് റീഇൻഫോഴ്സ്മെന്റ് മറ്റൊരു പർപ്പസ്. അപ്പം ഫെയിലൂർ വെഡ്ജ് വരുന്നതിന് ആനുപാതികമാക്കിക്കൊണ്ട് ഇവന് നീളത്തിൽ പ്രൊവൈഡ് ചെയ്യും ഹൊറിസോണ്ടലായിട്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ എംബെഡ്മെന്റ് ലെങ്ത്. അപ്പോൾ ഈ ഡിസൈനിൽ ഈ എംബെഡ്മെന്റ് ലെങ്ത് ഒരു പാരാമീറ്റർ ആണ്, അതിൻ്റെ ഫ്രിക്ഷൻ ഡെവലപ്മെന്റ് ഒരു പാരാമീറ്റർ ആണ്, അതായത് സോയിൽ ജിയോ ഗ്രിഡ് ഇന്ററാക്ഷൻ ഒരു പാരാമീറ്റർ ആണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതിനകത്ത് വെള്ളത്തെ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്യണം. അടുത്ത പാരാമീറ്റർ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോയിൽ, അതായത് ഈ റീഇൻഫോഴ്സ്മെന്റ് റീജിയനിൽ വരേണ്ട സോയിലിനൊരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ദീസ് ഡിസൈൻസ് ഇതുവരെ, അതായത് ഇന്ത്യയിൽ ഇത് 1986 ലൂധിയാനയിലാണ് ഇത്തരം ഒരു റീറ്റെയിനിങ് വാൾ കിട്ടിയത്. അത് ഇന്ന് നിൽക്കുന്നുണ്ട്, യാതൊരു പ്രോബ്ലം ഇല്ല. അതിനുശേഷം അതായത് ലോകത്ത് ഇത് 1930s ഇതിനെ പേറ്റന്റ് ചെയ്യപ്പെടുന്നത്. ടെൻസാർ ആണ് ഇതിനെ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തത്, ടെൻസാർ എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്ത് ഒരു 40-50 വർഷത്തോളം പരിചയം ഇന്ന് ലോകത്തുള്ള എല്ലാ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിനും, ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിനും ആ ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും അവർ കാണും.
നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബ്യൂറോ ഓഫ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ FSWയുടെ സ്റ്റാൻഡേർഡ് ഉണ്ട്, ജർമ്മൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. ക്യാൻ യു ഇമാജിൻ? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ്, 2024. കാര്യം ഇതെല്ലാ ഫെയിലുവറുകളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സ്പെക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഡിസൈൻ എക്സാമ്പിൾ അടക്കം കൊടുത്തുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ഞങ്ങൾ ഈ 2024 ആ കമ്മിറ്റിയിൽ ഞാനൊരു മെമ്പറാണ്. ഞങ്ങൾ 2024 അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് റീറ്റെയിനിങ് വോൾ ഡിസൈൻ ചെയ്യുന്നത്, ഈ റീഇൻഫോഴ്സ്ഡ് എർത്ത് റീറ്റെയിനിങ് വോൾ ഡിസൈൻ ചെയ്യുന്നുള്ള കോഡ് വരെ അവൈലബിൾ ആണ്. പിന്നെ ഇത്തരം ഫെയിലുവർ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ആകമാനം ചെയ്തിട്ടുള്ള റീറ്റെയിനിങ് വോളിൻ്റെ ഒരു 10% റീറ്റെയിനിങ് വോളുകൾ ഫെയിൽ ചെയ്തിട്ടുണ്ട്. ആ 10% ഫെയിൽ ചെയ്തതിൻ്റെ 90% റീസണും എൻ്റെ 80 to 90% റീസണും ഡ്രെയിനേജ് ആയിരിക്കും. ഒരു 10% വരുന്ന ഫെയിലുവറിനകത്ത് റീസൺസ് പലതാണ്. അതൊന്ന് അകത്ത് ഉപയോഗിച്ച മണ്ണിൻ്റെ ഘടന ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഫേഷ്യ താങ്ങുന്ന സോയിൽ, അതായത് ഈ എംബാങ്ക്മെന്റ് ഹൈറ്റ് ഓഫ് സോയിൽ താങ്ങുന്ന സബ് സോയിലിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, അതായത് ബെറിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ പല പല കാരണങ്ങളാണ് ഈ 10% ഉൾപ്പെടുക. മറിച്ച് 80 തൊട്ട് 90% ഉണ്ടായത് ഡ്രെയിനേജ് പ്രോബ്ലമാണ്. ഈ കൂരിയാടുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. Yes, sir. Yes, sir. Thank you, sir. And sir, very good evening, sir. So you are the National President of Indian Geotechnical Society too. So representing them, നമ്മളിവിടെ കൂരിയാട് നടന്ന ഇഷ്യൂവിനെ എത്ര ബിഗ് ആയിട്ടാണ് സർ ഇതിനെ കാണുന്നത്? എന്തായിരിക്കാം സംഭവിച്ചിരിക്കാം? What you see about it? Basically, ഇതൊരു ടിപ്പിക്കൽ ഫെയിലിയർ ആണ്, വേർ ദ ലോഡ് ഹാസ് എക്സീഡഡ് ദ പെർമിസിബിൾ കപ്പാസിറ്റി ആൻഡ് സോയിൽ ലൈക്ക് വി സേ ദാറ്റ് സർട്ടൻ ടൈംസ് വെൻ ദ പോർ പ്രഷർ ഇൻക്രീസസ്, അതായത് ഇതിനകത്ത് വരുന്ന ലോഡ് താങ്ങാൻ സോയിലിന് വരാതെ വരുമ്പോൾ അത് ക്ലേയുടെ പെർമിബിലിറ്റി കുറയാണ്ട് അതിനകത്ത് പ്രഷറായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മളൊരു പ്രഷർ കുക്കർ ഇത് സഡൻലി ബസ്റ്റ് ചെയ്യുന്ന പോലെ ഈ സോയിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ദർ ഇസ് എ ബെയറിംഗ് കപ്പാസിറ്റി ജഡ്ജ്മെന്റൽ എറർ ഈസ് ഒബ്വിയസ്ലി വിസിബിൾ. അതുകൊണ്ടാണ് ആ സോയിൽ വേറെ ഭാഗത്ത് പൊങ്ങിയത്. 15 മീറ്ററോളം ഹൈറ്റുള്ള ഒരു വോളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ 15 മീറ്റർ ഹൈറ്റുള്ള വോളിൽ ഫോം ചെയ്തപ്പോൾ വരുന്ന ലോഡ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 30 ടണ്ണെങ്കിലും മിനിമം ബെയറിംഗ് കപ്പാസിറ്റി വരും. പിന്നെ ഈ വാട്ടറിന്റെ ലോഡും ബാലൻ സാറ് പറഞ്ഞ പോലത്തെ അഡീഷണൽ കമ്പോണൻസ് എടുക്കാവുന്ന സബ്സ്ട്രാറ്റയുടെ സ്ട്രെങ്ത് വെരിഫൈഡ് ആയോ അതോ മഴ പെയ്തപ്പോൾ അതിൻ്റെ വാട്ടർ ടേബിൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിക് എഞ്ചിനീയറിംഗിൽ ബെയറിംഗ് കപ്പാസിറ്റി വിൽ ഓൾമോസ്റ്റ് ഡിക്രീസ് ഓൾമോസ്റ്റ് ടു ദ റേഞ്ച് ഓഫ് 40 to 50% ഇറ്റ് ഗോസ് ഡൗൺ. അപ്പോൾ അങ്ങനെ മഴ വന്നപ്പോൾ ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞപ്പോൾ ഈ ലോഡ് താങ്ങാൻ വല്ലാതെ എഫക്റ്റീവ് സ്ട്രെസ് ഈ പോർ പ്രഷർ കൂടി അതിന് താങ്ങാവുന്ന സ്ട്രെസ്സിലും മുകളിലായതുകൊണ്ടാണ് അത് നമ്മൾ പറഞ്ഞ സോയിൽ ഹാസ് ഗോൺ ഫോർ എ വാക്ക്. The base soil has gone for a walk and come out on the other side in the paddy field. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ട്രിഗർ നടന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ താഴത്തെ റോഡിൽ റീറ്റെയിനിങ് വാൾ ഉണ്ടായിരുന്നു, RCC റീറ്റെയിനിങ് വാളാണ്, മുകളിലാണ് ഈ ഫേസ് ഫോം വെച്ചിട്ട് മറ്റേ മെക്കാനിക്കലി സ്റ്റെബിലൈസ്ഡ് ഈ വാൾ ഉണ്ടാക്കിയത്. പക്ഷെ ഇതൊരു വൺ ഓഫ് സബ്സ്റ്റൻസ് പ്രോബ്ലം ആണെങ്കിലും ഇത് ബേസിക്കലി ദിസ് ഈസ് എ ടെക്നോളജി വിച്ച് ഹാസ് ഇവോൾവ്. ഹെൻറി വൈഡൽ ഇത് 1963 കണ്ടുപിടിച്ചപ്പോൾ തൊട്ട് ടെറയാമെന്ന് ഫോം ചെയ്ത് പുള്ളി നമ്മുടെ ബീച്ചിൽ പൈൻ വുഡ്സ് വെച്ച് നോക്കിയപ്പോഴാണ് ഇത് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് കണ്ടത്. ആ ടെക്നോളജി ഹാസ് ഇവോൾവ്. ജിയോസിന്തസിസ് ഹാസ് ഇവോൾവ്. മെയിൻലി 3 കമ്പോണൻ്റാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒന്ന് സിന്തറ്റിക് ഫാമിലി, അതിനകത്ത് 4 മേജർ കമ്പോണൻ്റ് വരും. ജിയോ ടെക്സ്റ്റൈൽ, ജിയോ ഗ്രിഡ്, ജിയോ നെറ്റ്, ജിയോ കോമ്പോസിറ്റ്, ജിയോ മെംബ്രെയിൻ. മെംബ്രെയിൻ കൂടുതലും ഡ്രെയിനേജിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്ര ഒരു വലിയ ഫാമിലി ഇറ്റ്സ് ഗ്രോയിങ് അറ്റ് അബൌട്ട് 10 to 15% ഗ്ലോബലി. അത്രയും വലിയൊരു മാർക്കറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റീറ്റെയിനിങ് വോൾ ചെയ്യണമെങ്കിൽ ഇത്ര ഒരു ഇത് ചെയ്യണമെങ്കിൽ അത്ര, അതായത് 0.4H 10 മീറ്റർ ചെയ്യണമെങ്കിൽ 4 മീറ്ററിന്റെ ബേസ് വിട്ട് കെട്ടിയ ഒരു റീറ്റെയിനിങ് വോൾ കെട്ടണം. അത്രയും കരിങ്കല്ല് വേണം. അത്രയും കരിങ്കല്ലിന് ഇത് സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ നമുക്ക് വേണമെങ്കിൽ RCC വോൾ വേണം. അപ്പം അതും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ദിസ് ഈസ് എ വെരി ഗുഡ് ഇൻവെൻഷൻ. പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്നും എങ്ങനെയാണെന്നുള്ളതിൽ ജഡ്ജ്മെന്റൽ എറർ വന്നത് ഉണ്ടോ എന്നുള്ളത് അനാലിസിസ് ചെയ്യണം. അതിന് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി നടക്കുന്നുണ്ട്. പക്ഷേ പ്രിൻസിപ്പളി ഒരു ബേസ് ഹീവിങ് വന്നു. ആ ബേസ് ഹീവിങ് നേരത്തെ ഷിനോജ് അവിടെ പോയി, ഞാനും ആ സൈറ്റിൽ പോയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദ സെയിം ഡേ ഐ വാസ് ട്രാവലിംഗ് ടു കാലിക്കറ്റ് നെക്സ്റ്റ് ഡേ മോർണിംഗ്, സോ ഐ വാസ് ഏബിൾ ടു വിസിറ്റ് ദ സൈറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പം
ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ദീസ് ആർ ഓൾ ലേണിംഗ് കർവ്സ്. നമ്മൾ പരാജയങ്ങളിൽ നിന്നാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കാഷ്വാലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടായില്ല. ദർ വാസ് സം ഡാമേജസ് ടു ദ വെഹിക്കിൾ. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ലെസൺ ലേൺ ചെയ്തിട്ട് ഹൗ എഫക്റ്റീവ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, വാസ് ഇറ്റ് ദ റൈറ്റ് പ്രൊസീജിയർ നീഡഡ്, ഓർ നമുക്കൊരു വയാഡക്ട് ഒരു ബ്രിഡ്ജ് പോലെ അവിടെ ബൈപ്പാസ് ചെയ്യുന്നതാണോ ഇത്രയും വലിയ ലോഡ് വരുമ്പം, അല്ലെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ടാകുന്നു. ഈ ലെസണിൽ നിന്ന് പഠിച്ച് നമ്മളത് മുന്നോട്ട് പോകണം. ഇത് വന്നിരിക്കുന്നത് ഒരു ബേസിക് ഇതാണ്, ലെറ്റ് ദ സ്റ്റഡി ബി കംപ്ലീറ്റഡ്. പക്ഷെ പ്രിൻസിപ്പളി ഇറ്റ് ലുക്സ് ലൈക്ക് എ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ബെയറിംഗ് കപ്പാസിറ്റി എക്സീഡ് ചെയ്ത് സോയിൽ സിഗ്മ ഡാഷ്, അതായത് എഫക്റ്റീവ് സ്ട്രെസ് നെഗറ്റീവിലേക്ക് പോയപ്പോൾ സോയിൽ വേറെ അടുത്ത് പോയി പൊങ്ങി. അതാണ് ആ കൊളാപ്സിലേക്ക് ഒരു റൂട്ട് കോസ് ആയിട്ട് ഒറ്റ ഓട്ടത്തിൽ നടക്കുന്നത്. ഫർദർ ഇൻവെസ്റ്റിഗേഷനും സ്റ്റഡിയും കഴിഞ്ഞ് അവർ പറയട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ടെക്നോളജി വളരെ എഫിഷ്യൻ്റ് ആണ്, ഒരുപാട് അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ഈ സിസ്റ്റം ഒരുപാട് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്, റോഡിൻ്റെ വിഡ്ത്തിന് സഹായിക്കുന്നുണ്ട്, വീതി കുറവുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു തെറ്റിൽ നിന്ന് നമ്മൾ പഠിച്ച് തെറ്റിൻ്റെ റീസൺ മനസ്സിലാക്കി, പ്രത്യേകിച്ച് നമ്മൾ എഞ്ചിനീയറിംഗ് സമൂഹം അത് പഠിച്ച് അതിൽ നിന്ന് വിജയം നേടി അത് വരാതിരിക്കാനുള്ള ലെസൺസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുഴപ്പമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അത് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് പലയിടത്തും പോക്കറ്റ്സുകളിൽ ഫെയിലിയേഴ്സ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോമ്പാക്ഷൻ്റെ കുറവുണ്ടോ, ജിയോ ഗ്രിഡ്സിൻ്റെ പ്രോബ്ലം ആണോ, ഇതിൻ്റെ ഫേഷ്യയുടെ പ്രോബ്ലം ആണോ, വെള്ളം ഡ്രെയിനേജ് സിസ്റ്റം വർക്ക് ചെയ്യാത്തതാണോ, ബെയറിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത സോയിലാണോ ഈ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി ചെയ്യണം. പലപ്പോഴും നമ്മൾ കാണുന്ന ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ് പ്രോപ്പർ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ലോവസ്റ്റ് റേറ്റിൽ കോട്ട് ചെയ്ത് എടുക്കുമ്പോൾ വരുന്ന പ്രോബ്ലമാണ്. അല്ല EPC കോൺട്രാക്ട് വരുമ്പോൾ അതിനൊരു മെക്കാനിസം വേണം, പ്രോപ്പർലി അക്രഡിറ്റഡ് ലാബിൽ ടെസ്റ്റ് ചെയ്യണം. ആ ഡാറ്റാസും റിസൾട്ട്സും എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദ സക്സസ് റേറ്റ് ഇസ് വെരി ഹൈ. ബട്ട് right from USA, you take in most of the countries similar failures has happened where the people have learned the lesson, and if you see the curve, the failures happened, if you take കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് it has come down by 10%, and the number of usage across the globe is growing 7 times. 7 കൊല്ലം 2014 തൊട്ട് 24 വരെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു പോയി കഴിഞ്ഞാൽ RE വോൾ MSC മെക്കാനിക്കലി സ്റ്റെബിലൈസ്ഡ് എർത്ത് വോൾ വെച്ച് പണിതിരിക്കുന്നത് 7 times ഹയർ ആയി. അപ്പോൾ അത് ഭയങ്കര ടെക്നോളജി, നല്ല ടെക്നോളജിയാണ്. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. ഇതാണ് എനിക്ക് ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. പക്ഷേ 8:45 എനിക്ക് പോകണം. എനിക്ക് 12 മണിക്ക് ഒരു ഫ്ലൈറ്റ് ചൈനയിലേക്ക് പിടിക്കാനുള്ളതാണ്. യെസ്. ആൻഡ് സർ ബാലൻ സർ, നമ്മളിപ്പോ ഒരു NHA അപ്പോയിന്റ് ചെയ്ത ഒരു ടീം ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞു, അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഇനിയും ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി വരാൻ പോകുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഇൻ സച്ച് കൈൻഡ് ഓഫ് ഹൈവേ പ്രോജക്ട്സ് വാട്ട് ഷുഡ് ബി ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്? ഇതുപോലെ ഒരു എന്ത് കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ അവിടെ ചെയ്യണം എന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒന്ന് ബ്രീഫ് ചെയ്യാവോ? ഇതിലിപ്പോ അനിൽ ജോസഫ് പറഞ്ഞ പോലെ ഒരു കേസ് സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അത് ആണ് വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ടീമിന് അതിൻ്റെ കോമ്പീറ്റൻസി ഉണ്ടാവില്ല, നമ്പർ 1. നമ്പർ 2, അവർ വളരെ ലോ ആയിട്ട് റേറ്റ് കോട്ട് ചെയ്യുന്ന കമ്പനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഗവൺമെൻറ് വർക്കുകളാണ്, അതിൻ്റെതായ പരിമിതികൾ വരുന്നു. അപ്പം ഇത്തരം ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ലാത്ത ഫേമുകൾ വന്ന് സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് വേണ്ട ഡിസൈൻ പാരാമീറ്റേഴ്സ് ഒന്നും കിട്ടില്ല. പിന്നെ കേരളത്തിൽ ഇതുവരെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ ഒക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ SPT വാല്യൂ ഉണ്ടോ, എല്ലാം സന്തോഷമായി അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. പോരാ, അതിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് എടുക്കാനുണ്ട്. മൂന്നാമതായിട്ട് ഒരു കേസ് പറയാം. മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ സോയിലിൻ്റെ ഘടന, അത് എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത്, ഘടന നോക്കുകയാണെങ്കിൽ കാടക്കണ്ണൻ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പാറ പല സ്ഥലത്തും കാണാൻ പറ്റും. അത് കറുത്ത് ഈ വെട്ടുകല്ല് സ്ട്രോങ് ആയി പാറ പോലെ ആയിട്ട് മാറും. അതിന് കൊളോക്കലി അല്ലെങ്കിൽ ലോക്കലി പറയപ്പെടുക കാടക്കണ്ണൻ കല്ലെന്നാണ്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ റെഡിഷാണ്, നല്ല റെഡ് കളറിലുള്ള ലാറ്ററൈറ്റ് ആണ്. ഈ നേരത്തെ പറഞ്ഞ SPT വാല്യൂ 50, 100, ചിലപ്പം അതിന് മുകളിലെ വാല്യൂ കിട്ടും.
ഈ മണ്ണിനെ കുറിച്ച് അറിയാത്ത ഒരാളായിരിക്കും, അതായത് ഈ സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഡേറ്റ കൊണ്ട് ഡിസൈൻ കൊടുക്കുന്നത് ചിലപ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്നവരായിരിക്കാം, അല്ലെ ബോംബെയിൽ ഇരിക്കുന്നവരായിരിക്കും ഈ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് ഈ മണ്ണിന്റെ പ്രത്യേകതകളൊന്നും അറിയില്ല. അപ്പൊ ഈ ലാറ്ററൈറ്റിനകത്ത് നമുക്ക് ഹൈ എൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ ഈ ലാറ്ററൈറ്റിനകത്ത് ലിഥോമാർജി ക്ലേ എന്ന് പറയും, അതായത് ലാറ്ററൈറ്റിക് ക്ലേ അവിടെ വരും. അത് വൈറ്റിഷ് കളറാണ്. ഈ വൈറ്റിഷ് കളറുള്ള ലാറ്ററൈറ്റിനകത്തേക്ക് വെള്ളം ഊർന്നിറങ്ങുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഈ സാധനം റോഡ് ചെയ്ത് പിന്നീട് ഫെയിൽ ചെയ്യും. അപ്പൊ വെട്ടുകല്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉടനെ ഓക്കെ വളരെ സേഫാണ്, വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ പറയും. എൻ്റെ അനുഭവത്തിൽ ആസ് എ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, വെട്ടുകല്ലാണ് നല്ല റെഡിഷ് ലാറ്ററൈറ്റ് ആണെങ്കിൽ ഞാൻ 2 കാതം പുറകോട്ട് വയ്ക്കും. നേരെ മറിച്ച് കേരളത്തിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് ലാറ്ററൈറ്റ് ആണ്, ഹാർഡ് ലാറ്ററൈറ്റ് ആണ്, എൻ വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ അവർ 4 കാതം മുന്നിലേക്ക് പോകും. കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. പക്ഷെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറവാണ്. ബിക്കോസ് മൈ എക്സ്പീരിയൻസസ് ഷോസ് ദാറ്റ് ലാറ്ററൈറ്റ് ഇസ് വെരി വെരി ട്രിക്കി. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിലേക്ക് വരുമ്പോൾ ഈ സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആവണം. നമ്പർ 1, ഈ സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ബീയിങ് ഹൈവേ ഒരു 250 മീറ്റർ 300 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് ബോറെടുത്ത് പോകും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ പർട്ടിക്കുലർ പ്രദേശത്തും പാടശേഖരത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എടുത്തിട്ടുണ്ടാവും. ഈ പാടശേഖരം വരുന്നത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ, കോഴിക്കോട്, കാലിക്കറ്റ് ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്റ്റുകളിൽ മാത്രമായി നിൽക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട്, കോൾഡ് കോൾപ്പാടം. ഈ കോൾപ്പാടത്ത് നല്ല ചെളിയാണ് വരിക. ഇതിന്റെ ബിഹേവിയർ ഈസ് ആൾമോസ്റ്റ് സെയിം as കുട്ടനാടൻ ക്ലേ ഓർ കൊച്ചിൻ മറൈൻ ക്ലേ. അതിന്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് ഈ കോൾപ്പാടം. ഞാൻ നാഷണൽ ഹൈവേ 47, അന്ന് നാഷണൽ ഹൈവേ 17 ആണ്, അതിന്റെ ബൈപ്പാസ് രാമനാട്ടുകരയിൽ നിന്ന് ചാലിയാർ പുഴ വരെയുള്ള വർക്ക് അതിന്റെ സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത് ഞങ്ങളാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഞങ്ങൾ ചെയ്തതാണ്. അതിൽ ഞങ്ങൾ കണ്ടെത്തിയത് ഏതാണ്ട് 9 മീറ്റർ ക്ലേ ആണ്, വെരി വെരി സോഫ്റ്റ് ക്ലേ. ആ സോഫ്റ്റ് ക്ലേയുടെ പുറത്ത് നമ്മൾ ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടാണ് എംബാങ്ക്മെന്റ് ഉണ്ടാക്കി. ആ എംബാങ്ക്മെന്റ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സോയിലിനെ അറിഞ്ഞ് അതിൻ്റെ ഡിസൈൻ പ്രോപ്പറായിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഫെയിലൂറുകളെയൊക്കെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും ഗ്യാപ്പ് വന്നോ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡുകളൊക്കെ കണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കറിയില്ല എവിടെ എത്ര ബോർ അവരെടുത്തു, എങ്ങനെയാണ് ആ ഡിസൈൻ പാരാമീറ്റേഴ്സ് എടുത്തത്. നേരത്തെ അനിൽ ജോസഫ് പറഞ്ഞ പോലെ മണ്ണ് ഇതിൻ്റെ ഇടയിൽ, ഞാൻ ഈ കോൾപ്പാടത്തിൻ്റെ കേസ് പറയുന്നു, രാമനാട്ടുകരയിലെ സോഫ്റ്റ് സോയിൽ പറയുന്നു. ഈ കൂരിയാട് പ്രദേശത്ത് വരുമ്പോൾ ഈ പാടശേഖരത്തിനകത്ത് എവിടെയെങ്കിലും ഈ സോഫ്റ്റ് പോക്കറ്റ് ഓഫ് ക്ലേ ഉണ്ടായിരുന്നിരിക്കും. അതിൻ്റെ മുകളിലാണ് ഈ പറയപ്പെട്ട 10-12 മീറ്റർ ഹൈറ്റുള്ള ഒരു എംബാങ്ക്മെന്റ് കൊണ്ട് കയറ്റുന്നത്. അതിൽ ആ ഫേഷ്യയുടെ അല്ല റീറ്റൈനിങ് കൊണ്ട് വെയിറ്റില്ല, അതങ്ങ് മാറ്റി വയ്ക്കുക, അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ മണ്ണിന്റെ വെയിറ്റ് മാത്രം തന്നെ നമ്മൾ എടുത്തു നോക്കൂ, 13 മീറ്റർ അല്ലെങ്കിൽ 12 മീറ്റർ, ഒരു 2 ടൺ പെർ എം ക്യൂബ് അതിന്റെ ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ 12 24 ടണ്ണാണ് കയറുന്നത് പെർ എം സ്ക്വയർ. ഈ മണ്ണിന് ഈ 24 ടൺ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതന്നെ ഒരു സഡൻ ആയിട്ടൊരു ഫെയിലൂർ ഉണ്ടായിട്ട് പുഷപ്പ് ചെയ്യും. ഐ ഹാഡ് എ സിമിലർ എക്സ്പീരിയൻസ് ഇൻ ചേർപ്പ്. ഇഫ് യു പെർമിറ്റ് മീ, ഐ വിൽ ഷെയർ ദ സ്ലൈഡ് ഓൺ ദാറ്റ്. യെസ് സർ, ബട്ട് ഡു യു റിയലി തിങ്ക് ഇത് ഈ നമ്മുടെ സീക്വൻസിങ് ഒരു ഹൈവേയിൽ പണിയേണ്ടുന്ന ഒരു സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്സിൽ മേജറായി ഇപ്പോൾ സോയിൽ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു, ആൻഡ് സോയിൽ ഇംപ്രൂവ്മെന്റ് വേണമായിരുന്നു. ദാറ്റ് ഇസ് ഓൾസോ വെരി വാലിഡ്. സോയിലിന്റെ ഘടന കണ്ടതിന് ശേഷമേ നമുക്ക് സോയിൽ ഇംപ്രൂവ്മെന്റ് പറയാൻ പറ്റത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇതല്ലാതെ വേറെ എന്തെങ്കിലും മേജർ മിസ് ഔട്ട്സ് വന്നതായിട്ട് സസ്പെക്ട് ചെയ്യുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ ഡിസൈൻ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഇതാണ് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചെയ്യാൻ എളുപ്പം പറ്റും. അപ്പോൾ ഗ്ലോബൽ സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യണം എന്നൊരു മസ്റ്റാണ്. അതൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടാകും, ചെയ്യാതിരിക്കില്ല, ഒരു കാലത്ത് കാരണവശാലും അത് ചെയ്യാതിരിക്കില്ല. പക്ഷേ ഈ സോയിലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എവിടെയോ ഫെയിലൂർ പറ്റിയിട്ടുണ്ടാകാം, അതാണ് ഒരു സാധ്യത. അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ ഡിസൈൻ എല്ലാം കഴിഞ്ഞു, കൺസ്ട്രക്ഷനിലേക്ക് കടക്കുകയാണ്. കൺസ്ട്രക്ഷൻ നടയിലേക്ക് ചെല്ലുമ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ഇട്ട്, ഈ ജിയോ ഗ്രിഡ് ഇട്ട് അത്രയും ലെയറിൽ മണ്ണിന് ഒരു പ്രത്യേക ഘടന കോഡ് പറയുന്നുണ്ട്. അപ്പം ബാക്ക് ടു ബാക്ക് ആണ് ഇവിടെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഒരു വശത്ത് റീറ്റൈനിങ് വാൾ ഉണ്ട്, മറുവശത്തും റീറ്റൈനിങ് വാൾ ഉണ്ട്. 2 വശത്തു നിന്നും റീഇൻഫോഴ്സ്ഡ് സോയിൽ ഉണ്ട്, മധ്യഭാഗത്ത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സോയിൽ അവിടെ നിൽക്കും.
ഈ അൺറീൻഫോഴ്സ്ഡ് റീജിയണിൽ ഉപയോഗിക്കുന്ന മണ്ണിനകത്ത് 50% വരെ സിൽട്ട് ആൻഡ് ക്ലേ ആകാം. നേരെ മറിച്ച് റീഇൻഫോഴ്സ്മെന്റ് വരുന്ന ഭാഗത്ത് 15% സിൽട്ട് ആൻഡ് ക്ലേ പാടുള്ളൂ. അതിലേക്ക് കൂടുകയാണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അവിടെ കോമ്പാക്ഷൻ പെർഫെക്റ്റ് ആക്കി എടുക്കാനുള്ള ശ്രമം വേണം. ഇനി ഈ മധ്യഭാഗത്ത് 50% സിൽട്ട് ആൻഡ് ക്ലേയും റീഇൻഫോഴ്സ്മെന്റ് വരുന്ന എഡ്ജസിലേക്ക് 15% സിൽട്ട് ആൻഡ് ക്ലേ എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മലപ്പുറത്തിന്റെ ഒരു സിറ്റുവേഷൻ, മുകളിൽ നല്ല റെഡിഷ് സോയിൽ ആയിരിക്കും. ബോറോ ഏരിയ ഐഡന്റിഫൈ, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഇത്തരം പ്രോജക്റ്റ് വരുമ്പോൾ ബോറോ ഏരിയ ഐഡന്റിഫൈ, ആ ബോറോ ഏരിയയിൽ മുകളിൽ നല്ല ചുമന്ന മണ്ണാണ്, നല്ല ഗുഡ് ക്വാളിറ്റി അർത്ഥമായിരിക്കും. പക്ഷെ താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ചുമന്ന മണ്ണ് കിട്ടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ കവോലിന്റെ അല്ലെങ്കിൽ ക്ലേയുടെ പോക്കറ്റുകൾ കണ്ടെന്ന് അടിയിലേക്ക് താഴേക്ക് വരുമ്പോൾ ഈ വൈറ്റിഷ് കമ്പോണന്റ് കൂടിയിട്ട് സിൽട്ട് ആൻഡ് ക്ലേ കണ്ടന്റ് കൂടും. ഇത് നിയന്ത്രിക്കാൻ സൈറ്റിൽ നിയന്ത്രിക്കണം. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സാധാരണഗതിയിൽ ആ ഒരു കൺട്രോൾ പലപ്പോഴും കണ്ണടയ്ക്കും. കാര്യം ചില മണ്ണ് കിട്ടുന്നില്ല, അതുകൊണ്ട് കിട്ടിയ മണ്ണ് വെച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷനിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഇനി ഇവിടെ ഈ പർട്ടിക്കുലർ സൈറ്റിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രൊഫൈല്, അതായത് ഇവരുടെ ബോറോ ഏരിയയുടെ പ്രൊഫൈല് കാണുകയാണെങ്കിലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മധ്യഭാഗത്ത് 50, എഡ്ജിലേക്ക് വരുമ്പോൾ 15, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് റെക്കോർഡുകൾ പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് വീഴ്ച വന്നാൽ ഒരു ഫെയിലിയർ വരാം. സോ ഈവൻ പ്രീവിയസ് ഗവൺമെന്റ് പ്രോജക്ട്സിൽ തന്നെ സാറിന് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ലൈക്ക് സോയിൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതിൽ വീഴ്ചകൾ വരുന്നതായിട്ട്. ഓക്കെ. ആൻഡ് നൗ അനിൽ ജോസഫ് സാർ, വെരി കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ലാറ്ററൽ സോയിൽ മൂവ്മെന്റ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ലാറ്ററൽ സോയിൽ മൂവ്മെന്റ് നമുക്ക് ഈ ഫോട്ടോസിൽ തന്നെയും വീഡിയോസിൽ തന്നെയും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആക്ച്വലി ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? ആൻഡ് മോർ ദാൻ ദാറ്റ്, അതിന്റെ ഫേസിൽ നമ്മൾ കാണുന്നതായ ഇന്റർലോക്കിംഗ് ബ്ലോക്സ്, അത് മീഡിയയിലെല്ലാം പല തരത്തിലും ചർച്ച ചെയ്യപ്പെട്ട് ഈവൻ പബ്ലിക് പോലും കമന്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഇന്റർലോക്കിംഗ് ബ്ലോക്സ് വെരി വീക്ക് ആണ്, വളരെ മോശം ക്വാളിറ്റിയിലുള്ളതാണ്. ഈസ് ഇറ്റ് ഹാവിംഗ് എനി റെലവെന്റ് റോൾ ഇൻ റീറ്റെയിനിങ് ദിസ് കൺഫൈൻഡ് സോയിൽ വിത്തിൻ ദിസ്? Yeah, so I think I was just looking into some of the comments, and people would like to listen in English. So I think in English, you already have more than 200 people listening to that. So I will switch on to English. So the primary purpose is that if the load, so it's the failure has happened. So there has been a movement at the base level. So which clearly indicate that there was a inadequate soil at the bottom, which was not capable to carry the load. So that is quite obvious, and like Balan sir pointed out, there might be a lack of judgment, or there can be a pocket which was gone missing, because generally when you are doing a bridge or a viaduct, they do investigation at every pier, whereas for an embankment they do investigation at a much larger spacing. So they might have missed a critical point, and like Shinoj pointed out, there was a drainage there. So there might have been a clay deposit formation somewhere which was not accounted for. So that would have clearly led to the failure. And once the failure happened, even I don't know the quality of the blocks they used, but then if the base failure happened, there is a fault, there is a collapse. So maybe the fascia might have got damaged. Like Balan sir pointed out, fascia doesn't have much role in the transfer mechanism. It is the geogrids and the compaction of the soil, and the proper anchorage is needed, which has not happened in that case. Otherwise, but since in this, the basic that soil has gone laterally clearly indicate that there was a base failure happened, and there has been a judgment in the basic soil property of the ground, and that has led to the collapse of the wall, and the quality or the this thing also would have been a pattern, but it was not a critical one from my point of view, because it was not a critical element. So that led to the soil heaving, and that led to the tilting of the retaining wall on the outer side, and also the collapse leading on the retaining wall. So we have to be very careful in assessing the bearing capacity and estimate the load carrying capacity. So certain times, and most of the times, people who are doing the job are not visiting the site. So they prepare DPR from somewhere, they go detail engineering from somewhere, and geotechnical engineering is one aspect. As Carl Terzaghi, the father of soil mechanics, pointed out, the soil varies horizontally and vertically, and unless and until you judge the behavior
properly, you will end up in catastrophe. That is exactly what has happened. So the judgment of the soil has gone wrong in the basic thing, which was a root cause. All the other things are small elements, which might not be a critical aspect. But let's wait for the reports to come in. Now, coming to the bigger factor, what we should do, there should be a proper investigation. And again, I will suggest that there should be a panel which has a composite of locally expert people. So you have a people who doesn't know so in my experience, I have been working with many multinationals. Whenever they come to India, so they put us on the team. And why? Because anything connected with geotechnical and structural engineering, and that is where the basic safety of the structure lies, they want a local expert to do, because it's very much connected to the understanding of the local soil properties. Like the Balansar explained how the laterite varies. Laterite looks very good because when it gets exposed to the soil, it absorbs oxygen and iron oxide is formed and the strength goes on increasing. But as we go down, what will happen? It is not exposed. So there will be pocket and this red moves to, it will be very black on the top, then moves to red, then it moves to yellow, then the white patches come and there is weak soil below. And if there is a slip flame formed there, the entire thing will help to move the mass. So that is exactly the failure which is noted in soil nailing happening. And look at the soil nailing failures. Now let us connect these two. So this is the base failure which happened in this. There should have been a viaduct with such a massive load coming in. If the soil was bad, if there was a waste soil, they should have gone for ground improvement to reach this level. But ground improvement itself has got its own limitation of increasing the bearing capacity. So it is the judgment, because one medicine cannot be given to all cases. It has to be based upon the specific case, the specific patient and the specific locality. You have to come up with what is the right solution to the problem. So that has to have a local touch also. So what I will suggest is that in these projects, where the life of the common people like us are involved, there should be a panel of experts from the local engineering community also reviewing the design which is done, and our observation, because we have a lot of good experts like Balansar and so many people are around, so that they have to be consulted to understand. So I say I have the experience of working with many multinational where they insist that the law, even though the design will be checked in USA or France or Spain, the design goes from us, they interact with us and understand and question us why you came to that decision. So that is very much relevant in this. So let us take it as a wake-up call. Now coming to my second point of soil nailing. What is being done here? If you go through entire, especially the Shennoj Manappuram area, you see that the one road is much so high, the road is in another location, it keeps on changing and they keep doing nailing. Now look at the methodology, how which they are doing. Actually, soil nailing should be done when the excavation is cut in, then the anchor has to be given, then the proper reinforcement has to be inserted, grouting has to be done, packed, protection has to be given, then cut the lower portion. There should be a camber and bring it down to the nest level, do the nailing, then move it, complete it in stage by stage. But now look at the site. What is happening? They cut the entire thing first and then they start doing the nailing. So like Balansar taught, there goes to the weaker soil without strengthening the properties properly right from the top, which leads to a lot of catastrophe, and they are not providing the sufficient camber. So you see that in last month so many failures has happened. So this is another root cause problem which we have to look into. And geotextile, geosynthetics, MSc world, so they have performed extremely well across the world, but there has been an error of judgment of the base soil, or an error of judgment in the design, or like you pointed out, a ground improvement was needed, which might not have gone in, but that should be based on the detailed investigation study which they are going to carry out. We have to conclude. So these are generic statements. If you miss the basic principle, then obviously we will end up in this thing. So there might be an overlook between the points happened. There can be a number of reasons. So let us wait for the studies to come in. But for an engineering community, let this be a wake-up call to understand, and more importantly, the design of engineers. I keep telling, we are now trying to get the Indian Professional Engineering Council. As the chairman of the Institute of Engineers India, I represent the entire body of engineers. Like in Institute of Engineers, we have 2.9 lakh engineers, corporate engineers. And in my division, where I am the chairman of the Civil Division Board, I have 93,000 civil engineers there. I am fighting for their rights.
Why? Because in any developed countries or a developing country, to do a professional practice, you should be a professional engineer. Even if you have a doctorate degree or a BTech degree or an MTech degree, you are not supposed to practice unless and until you register yourself as a professional engineer. And next important point is that there should be continuous professional development. Every year we have to improve because the technology is changing, systems are changing. If we don't update ourselves to be capable of handling the things which are needed, we get outdated. So that is a very important system which is missing in India. Yes. Thanks to AICTE, I take 2 more minutes. AICTE chairman, where we are, it has currently moved into the Ministry of Education and from there to PMO, and currently it is with the Niti Aayog. And again, you're talking about engineers bills, huh? Yeah, because these are all connected. Because if a professional engineer does his job, he is accountable for what has gone wrong. And his career is at stake. So when you sign the accountability, so who is accountable for this? So we have to find out. We have seen that the project director is removed or a site engineer has action taken. But basic where it went wrong in the designing stage or the judgment of the soil. So how that thing has to be connected to the impact. And that is where we have to learn from the lesson and put it into practice and realize that we have to correct ourselves. And this should be a learning curve. It is not that I don't want to penalize anyone, but understand that you are accountable for the job you done. Luckily, we don't have casualties. If the casualties come, what we will do? So let us make people accountable for the job. Let us have professional engineers there. And recently, I was with Niti Aayog. They wanted to do a 2.5 hour interview to bring and the theme was that how professionalism in our country has been brought in, especially in architectural as well as engineering. So that is a theme now our Niti Aayog is working on, and soon this bill will come into the Parliament along with the Architects Act amendment. And as engineers, let us be aware and try to make ourselves more knowledgeable about the things which is happening. Thank you. Yes, sir. Yes, sir. And now I would like to ask one more question to you, Anil sir. So what, according to you, are you suggesting like the experts in Kerala should be included in the panel which is getting into the investigation appointed by NHAI? It is not for the investigation alone. So it's always wise to do the right thing first, rather than after a failure try to bring out the mistake. We always like negative news. So whenever some disaster happens, we come up with idea, but we don't learn for the process. So what I will say that it is not the investigation what is needed. Any future design, it's not only Kerala I am talking about. If it is somewhere in Tamil Nadu or somewhere in Kashmir, the people who are aware and done projects in Kashmir should also be included in the panel. We have Institution of Engineers India or Indian Geotechnical Society. I have 55 chapters, 6,800 foundation engineers connected with almost all the IITs, NITs representing. So their expertise has to be used into that. They have to be consulted. Institution of Engineers India has 125 local centers with so many members. Their expertise has to be also be consulted. The local people will be there. They have to be consulted because it's the public money. It is meant for the common man. And we have to ensure that we are doing the right thing properly. So it's not the investigation team I am talking about. Any design has to go through. Now, the Bombay Municipal Authority has come up with a high-rise committee. Any building more than 125 meters is scrutinized by an expert of 10 people from different walks of engineering as well as architects before they give a sanction. This has to happen right from the lower level to the top level. So it is not the engineers from Kerala. It is the engineer who has the knowledge of the subject, because geotechnical is a very local problem. I always say we can copy structure from somewhere, but geotechnical cannot be copied. You have to understand the soil, and understand the soil is an art. It is not an engineering. The more you do, more you practice, the more you learn, the more skill you get. It is like making a sketch. So you don't need any more. You can do that. So this is the message which I want to communicate. As engineers, let us not blame people. Let us correct ourselves and move forward, and let us create safe structures for our society. And we have Balan sir, even Anil Kumar sir is with us today attending this program. So he is the chief engineer. So he is, sir, you would like to add any point to this, Anil sir? ഈ കൂരിയാട് പ്രോജക്റ്റില് അത് ശരിക്കും അതിന്റെ കൺസ്ട്രക്ഷൻ എൻ്റെ അടുത്ത് പല പബ്ലിക് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ സൈഡ് പാനൽസ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും ഇതിന്റെ റീറ്റേണിംഗ് വാൾ എന്ന് പറഞ്ഞാൽ
സ്റ്റെബിലൈസ്ഡ് സോയിൽ മാസാണ് ഇതിന്റെ റീറ്റൈനിങ് വാൾ. അത് ശരിക്കും ബാലൻ സാർ കറക്റ്റായിട്ട് പറഞ്ഞു. ആ രണ്ട് സൈഡും നമുക്ക് ഒരു രണ്ട് സൈഡ് ഏകദേശം ഒരു 25%. ഇപ്പോൾ ഒരു റോഡ് വിഡ്ത്തിന്റെ ഏകദേശം 25% രണ്ട് സൈഡും നമുക്ക് സ്റ്റെബിലൈസ്ഡ് എർത്ത് വാൾ ഉണ്ടാവും. ആ സ്റ്റെബിലൈസ്ഡ് എർത്ത് വാളിൽ ഒരു കാരണവശാലും ക്ലേ ആൻഡ് സിൽക്ക് കണ്ടന്റ്, അതായത് 5% പാർട്ടിക്കിൾസ് ഷുഡ് ബി ബിലോ 20%. ആ സ്റ്റെബിലൈസ്ഡ് എർത്ത് വാളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ റീറ്റൈനിങ് വാൾ. ഇതിന്റെ ഫേസിംഗ് വാൾ എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ പ്രിവെന്റിങ് എറോഷൻ. അപ്പൊ ആ ഫേസിംഗ് വാളിന്റെ ഡിസൈൻ അത് വളരെ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഫെയിലിയർ ശ്രദ്ധിച്ചാൽ അറിയാം, ആ റോഡിന്റെ ഇടതുവശത്ത് ഫീൽഡും വലതുവശത്ത് സാധാരണ റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പൊ ഈ ഫീൽഡില് ഈ നമ്മൾ മഴവെള്ളം നമുക്ക് വരുമ്പോൾ അത് രണ്ട് രീതിയിലാണ് നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത്. ഒന്ന് സർഫസ് റൺ ഓഫ് ആയിട്ടും രണ്ടാമത് സബ് സർഫസ് റൺ ഓഫ് ആയിട്ടും. അപ്പൊ ഈ പാടത്തിൽ നമുക്ക് വെള്ളം കിട്ടുമ്പോഴത്തേക്ക് അതിൽ ഒരു പോർഷൻ സർഫസ് റൺ ഓഫ് ആയിട്ട് പോകും, മറ്റേ പോർഷൻ സർഫസ് റൺ ഓഫ് ആയിട്ട്. അപ്പൊ ഇത്രയും ഒരു ഹെവി ലോഡിങ്, ഏകദേശം 12 ഒരു ഹെവി എംബാങ്ക്മെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ താഴത്ത് സോയിൽ, ദാറ്റ് ഈസ് അതിന്റെ താഴത്ത് സ്ട്രെസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സോയിലിന്റെ ഒരു ഡെപ്ത് ഉണ്ട്. ദാറ്റ് ഡെപ്ത് ഈസ് നോൺ എ സിഗ്നിഫിക്കന്റ് ഡെപ്ത്. അപ്പൊ ആ സിഗ്നിഫിക്കന്റ് ഡെപ്ത് വരെ ഈ ഒരു പർട്ടിക്കുലർ കൺസ്ട്രക്ഷന്റെ ഇന്റൻസിറ്റി, സോയിൽ ഇന്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ ഇന്റൻസിറ്റി വേരി ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം. അപ്പം നമ്മൾ ഇത്രയും ഒരു ഹെവി എംബാങ്ക്മെന്റ് ഒരു സ്ട്രിപ്പ് ലോഡ് നമ്മൾ ഈ മണ്ണിന്റെ മുകളിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ താഴെയുള്ള സോയിലിന്റെ കോമ്പാക്ഷൻ കൂടുതലായിട്ട് നടക്കുകയും അത് വീണ്ടും സബ്സർഫസ് റൺ ഓഫിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ മഴ സമയത്ത് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇടതുവശത്ത് പാടത്ത് വെള്ളം അക്യുമുലേറ്റ് ചെയ്യുകയും ഈ വെള്ളം വന്നത് കാരണം സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത്. അപ്പൊ സോയിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ആർ ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ലാറ്ററൽ ഫോഴ്സസ് ഓഫ് മാസസ്. ഇപ്പൊ ഒരു സോയിലിൽ നമ്മൾ വെർട്ടിക്കലി ഒരു ലോഡ് കൊടുക്കുമ്പോൾ ആ സോയിലില് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ അനുസരിച്ച് ലാറ്ററലി ഫോഴ്സ് വരും. ഓൺലി വെർട്ടിക്കൽ മാത്രമല്ല ലാറ്ററലി ഫോഴ്സ് വരും. അപ്പൊ ഈ ലാറ്ററലി ഫോഴ്സ് വരുന്നത് ആ സബ്സർഫസിൽ വരുന്ന ആ സോയില് അതിന്റെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ പ്രോപ്പറായ ലെവലിൽ അല്ല എന്നുണ്ടെങ്കിൽ അത് സൈഡിലേക്ക് ഈൽഡ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ ഷിയർ ഫെയിലുവർ. പ്രധാനമായിട്ടും നമുക്ക് 3 തരം ഫെയിലുവർ ആണുള്ളത്: പഞ്ചിങ് ഷിയർ ഫെയിലുവർ, ജനറൽ ഷിയർ ഫെയിലുവർ, ലോക്കൽ ഷിയർ ഫെയിലുവർ. അപ്പൊ ഇതിൻ്റെ അകത്ത് സോയിൽ വളരെ വീക്കായിട്ട് വരുമ്പോൾ ഒന്നുകിൽ എൻ വാല്യൂ അല്ലെങ്കിൽ UCS വാല്യൂ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോയിൽ ടൈപ്പ്. ക്ലേ ആണോ, 5 വാല്യൂ ആണോ, അല്ലെങ്കിൽ C5 സോയിൽ ആണോ എന്നുള്ള അനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ അപ് ടു സിഗ്നിഫിക്കന്റ് ഡെപ്ത് വരെയെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം സോയിലിന്റെ സബ്ഗ്രേഡ് റിയാക്ഷൻ എത്ര ലാറ്ററലി ലോഡ് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പൈലുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പൈലിന് 100 kN ലോഡ് വെർട്ടിക്കലി എടുക്കാൻ പറ്റുമെങ്കിൽ ഓൺലി 10 kN ലോഡ് മാത്രമേ അതിന് ഹൊറിസോണ്ടലി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് സോയിൽ വെർട്ടിക്കലി കൂടുതൽ ലോഡ് എടുക്കും, പക്ഷെ ലാറ്ററലി അത് ഈൽഡ് ചെയ്ത് പോയാൽ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ഷിയർ സ്ട്രെങ്ത് മൊബിലൈസ് ചെയ്ത് പോകും. ഒരു എക്സാമ്പിൾ, ഞാനിവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ വെള്ളായണി കായലില് നമ്മുടെ ബണ്ട് റോഡ് ട്രിവാൻഡ്രത്ത് അവിടെ ഇതേ ഒരു ഫിനോമിന ഒരിക്കൽ ഉണ്ടായി 2010. ഞാനിവിടെ 2010 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്യുമ്പോൾ ആ റോഡ് ഫെയിലിയറായി. അത് റോഡ് സിങ്ക് ചെയ്ത് പോയി. ഇതേപോലെ തന്നെ ഒരു സൈഡ് സിങ്ക് ചെയ്ത് പോയിട്ട് അവിടെ പാടം ഇതുപോലെ റൈസ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ആ റോഡ് റെക്ടിഫൈ ചെയ്തതെന്ന് പറയുന്നത് ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ കോക്കനട്ട് പോൾസ് 2 ലെയറായിട്ട് സ്റ്റാഗേർഡ് ആയിട്ട് അടിച്ചിട്ട് അതിന്റെ താഴെ നമ്മൾ ഈ പറങ്കി മാവിന്റെ ചുള്ളി ഇങ്ങനെ താഴെ ഒരു ലെയർ അടുക്കിയിട്ടാണ് തിരിച്ച് നമ്മൾ സോയില് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ റോഡ് നമ്മൾ ചെയ്തത്. അത് ഇത്രയും വർഷമായി, ഇപ്പൊ ഏകദേശം 15 വർഷമായി യാതൊരു പ്രോബ്ലം ഇല്ലാതെ ആ റോഡ് നല്ല ആ എംബാങ്ക്മെന്റ് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ അത് ലാറ്ററലി ഈൽഡ് ചെയ്ത് പോയത് കൊണ്ടാണ് അവിടെ ഫെയിലിയർ ഉണ്ടായത്. ഇവിടെ അതുപോലെ തന്നെയാണ്, ആ സോയിൽ ലാറ്ററലി ഈൽഡ് ചെയ്ത് കൊടുത്തപ്പം ആ സൈഡ് പാടം പൊങ്ങി ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞു. ഈ റോഡ് ശ്രദ്ധിച്ചാൽ അറിയാം, റൈറ്റ് സൈഡിൽ യാതൊരു ഫെയിലിയറും ഇല്ല, ലെഫ്റ്റ് സൈഡിലാണ് കംപ്ലീറ്റ് ഫെയിലിയർ. അതുപോലെ തന്നെ ആ സ്റ്റെബിലൈസ്ഡ് എർത്ത് വാളിൽ യാതൊരു ഫെയിലിയറും ഇല്ല. സ്റ്റെബിലൈസ്ഡ് എർത്ത് വാൾ അതുപോലെ തന്നെ നിൽപ്പുണ്ട്, അതിന്റെ ഫേസ് പാനൽസ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ആ സൈഡ് കൊണ്ട് റോഡ് ഇടിഞ്ഞ് താഴ്ന്നിട്ട് അതിന്റെ പാടം പൊങ്ങി. അപ്പൊ ആ സൈഡിലേക്ക് ലാറ്ററലി ഈ മണ്ണ് ഈൽഡ് ചെയ്ത് കൊടുത്തു. അവിടെ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളം അവിടെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്തു ആ സൈഡിൽ.
ആ ഡ്രെയിനേജ് ഫെസിലിറ്റി പ്രോപ്പറായിട്ട് കൊടുത്തിരുന്നെങ്കിലും കുറേ പ്രോബ്ലംസ് നിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ലാറ്ററലി സോയിലിനെ നമുക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും സോയിൽ നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള സോയിൽ ഇൻവെസ്റ്റിഗേഷന്റെ അപാകതയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബെയറിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ഇപ്പോൾ ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാനും ലാറ്ററലി സോയിലിനെ കൺഫൈൻ ചെയ്ത് നിർത്താനും ഉള്ള ഡിസൈൻ അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫെയിലറായിട്ട് ഞാൻ കാണുന്നത്. യെസ് സർ. സോ അവിടെ ഉണ്ടായിരുന്നു വെള്ളായണിയിൽ സർ ചെയ്തതായ എംപാങ്ക്മെന്റിന്റെ ഹൈറ്റ് ആൻഡ് ലെങ്ത് ഇസ് ഇറ്റ് കമ്പയറബിൾ വിത്ത് അത് ഏകദേശം 6 meters ആയിരുന്നു. 6 meters ആയിരുന്നു ഹൈറ്റ്. അവിടെ എൻ വാല്യൂ 0 ഉം 1 ആണ്. അപ്പൊ അത്ര വളരെ വീക്കായിട്ടുള്ള ക്ലേ ടൈപ്പ് സോയിലാണ്. ഈ ക്ലേ ടൈപ്പ് സോയിലില് ആണ് ഈ ലോക്കൽ ഷിയർ ഫെയിലിയർ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അത് ഈ ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, നമ്മൾ സെറ്റിൽമെന്റ് കൂടുതൽ ഉണ്ടാവുകയും ആ സെറ്റിൽമെന്റ് മറ്റൊരു സൈഡിൽ നമ്മൾ റൈസ് ചെയ്യുകയും ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന സോയിൽ മറ്റേ എവിടെയാണോ ഫ്രീ ആയിട്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത് അത് അവിടെ പോയി റൈസ് ചെയ്യും. അതാണ് ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ ഒരു വലിയ പ്രത്യേകത. കൂടുതലും അതുപോലെ വീക്കായിട്ടുള്ള സോയിലാണ്. ഓക്കെ സർ. സർ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഓൾറെഡി ഇതുപോലെ ഒരു സിമിലർ കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഹാവ് യു ബീൻ അപ്രോച്ച്ഡ് ബൈ എനി ഓഫ് ദി അതോറിറ്റീസ് ടു സീക്ക് യുവർ ഒപ്പീനിയൻ on whatever had already happened here? ഒരു റെഫറൻസ് പോലെ was it approached from any authorities? ഇല്ല, അങ്ങനെയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ തന്നെയും എല്ലാ പ്രോജക്റ്റിനും ഒരു സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് അത് വളരെ അത്യാവശ്യമാണ്. വളരെ എക്സ്പേർട്ട് പാനൽസ്, ഇപ്പം നമുക്ക് ബാലൻസറുണ്ട്, ഒത്തിരി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ വെച്ചിട്ട് ഗവൺമെന്റ് ഒരു എക്സ്പേർട്ട് പാനല് ഏത് മേജർ ഡിസൈൻസ് വന്നാലും, എത്ര വലിയ ഡിസൈൻസ് വന്നാലും, ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിന്റെ ഫെയിലിയർ, അപ്പം മേജർ സ്ട്രക്ചേഴ്സ് ഏത് വന്നാലും അതിനെല്ലാം ഒരു സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് ഇന്ന് പ്രോപ്പറായിട്ട് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് നല്ല എക്സ്പേർട്ടിനെ കൊണ്ട്, അതായത് നമ്മൾ ഈ ഡിഗ്രിയും ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ അല്ല, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി റിഗാർഡിങ് സോയിൽ മെക്കാനിക്സ്. അല്ലാതെ അതിന് നമ്മൾ തിയറട്ടിക്കൽ നോളജിനേക്കാൾ ഉപരി പലതരം സോയിലിനെ കണ്ടും, സാറിപ്പോൾ പറഞ്ഞു, വളരെ നല്ല രീതിയിൽ പറഞ്ഞു, ലാറ്ററൈറ്റിക് സോയിൽ വളരെയധികം പ്രോബ്ലമാറ്റിക് ആണ്. നമ്മളെല്ലാവരും ലാറ്ററൈറ്റ് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കും. പക്ഷെ അങ്ങനെയല്ല. ലാറ്ററൈറ്റിൽ പല കളർ കോമ്പിനേഷൻ ഉണ്ട്. ആ കളർ കോമ്പിനേഷൻ കണ്ട് തന്നെ ലാറ്ററൈറ്റ് നമുക്ക് മനസ്സിലാക്കാം. നല്ല ചുവന്ന ലാറ്ററൈറ്റ്, പിന്നെ ഒരു പിങ്ക് ടൈപ്പ് ലാറ്ററൈറ്റ്, പിന്നെ വെള്ള കൂടിയ ലാറ്ററൈറ്റ്, പ്യൂർലി വൈറ്റ് ആയിട്ടുള്ള ലാറ്ററൈറ്റ്, പിന്നെ കംപ്ലീറ്റ് ക്യാവിറ്റീസ് ഉള്ള ലാറ്ററൈറ്റ്, അങ്ങനെ പല ലാറ്ററൈറ്റിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആ ലാറ്ററൈറ്റിന്റെ കണ്ടന്റ് നമ്മൾ പ്രോപ്പറായിട്ട് അതിന്റെ വാല്യൂ, അതിന്റെ സ്ട്രെങ്ത് വാല്യൂ എത്രയാണെന്നുള്ളത് അത് ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ പല പുതിയ യങ് ജനറേഷനൊന്നും ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് പഠിക്കാനുള്ള താല്പര്യമില്ല. അപ്പൊ അതൊക്കെ കൂടുതൽ നമ്മളെ സ്ട്രക്ചേഴ്സിനെ അഫക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇനിയും കാണുന്നുണ്ട്. അപ്പോൾ ഏത് മേജർ പ്രോജക്റ്റ് വന്നാലും ഒരു സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Sure, sir. Thank you so much, sir.